പ്രിയപ്പെട്ട അച്ഛ, അങ്ങയുടെ സിരകളിൽ ഓടിയിരുന്ന സംഗീതരക്തം അല്പമെങ്കിലും ഈ എളിയ കലാകാരന്റെ സിരകളിൽ ഓടിക്കണേ. അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഇന്നെങ്കിലും സെലക്ഷൻ കമ്മിറ്റിക്ക് സൽബുദ്ധി തോന്നണേ. ഇത് 4ാം തവണയാണ് ആകാശവാണിയിലെ ഓഡിഷൻ ടെസ്റ്റ്. എന്നാണ് ഒരു ദിവസം ബെസ്റ്റ് പ്ലേബാക്ക് സിംഗർ ശരചന്ദ്രനാഥ് എന്ന് എഴുതി ഒരെണ്ണം ഇതുപോലെ ഈ ഷെൽഫിൽ ഇരിക്കുക. അതെ അതെ, എവരി കുഞ്ഞേടൻ ഹാസ് എ ഡേ എന്നല്ലേ. ഇളിച്ചോടി ഇളിച്ചോ, നിനക്കൊന്നും ഇപ്പൊ എന്നൊരു വിലയില്ലല്ലോ. നീയൊക്കെ എന്റെ കാൽക്കീഴിൽ വന്ന് ചുരുണ്ടു മടങ്ങി കിടക്കണ ഒരു ദിവസം വരും. പുച്ഛല്ലേ നിനക്കൊക്കെ പുച്ഛം. രാവിലെ വണ്ടിക്കൂലിക്ക് പൈസ ചോദിച്ചപ്പോ നിന്റെ പിശുക്കൻ വലിയേട്ടൻ തമ്പുരാന്റെ മുഖത്തും കണ്ടു ഒരു പുച്ഛം. ഈ വീട്ടിൽ അമ്മയ്ക്ക് മാത്രമാണ് എന്നിലെ ഗായകനെ തിരിച്ചറിയാനുള്ള കഴിവുള്ളത്. ഒരു യഥാർത്ഥ കലാകാരനെ തിരിച്ചറിയാൻ പെറ്റ വയറിന് മാത്രമേ കഴിയൂ. എവിടമ്മ? എടാ പരീക്കുട്ടി, എന്താടാ മീൻ ഒന്ന് നോക്കട്ടെ. നോക്കണ്ട, ഭയങ്കര വിലയാ. അതെന്താടാ, വിലയുള്ള മീൻ കൂട്ടാൻ മാത്രം വിലയില്ലേ ഞങ്ങൾക്ക്? നേരത്തെ വാങ്ങിച്ചതിന്റെ കാശ് ഒന്ന് തീർത്തിട്ട് നിലയും വിലയും പറയാം. അത് നീ സച്ചിയോട് വാങ്ങിയില്ലേ? ചോദിക്കേണ്ട താമസം. ആരോട് ചോദിച്ചിട്ടാ ഇത്രയും വലിയ വിലയുടെ മീൻ കൊടുത്തതെന്നും പറഞ്ഞു ഒറ്റ ചാട്ടം. ഇനി എത്ര നടക്കണം ആ കാശ് മേടിച്ചെടുക്കാൻ? ഈശ്വര, നല്ല പെടക്കണ കരിമീൻ. കരിമീൻ കൂട്ടി ചോറിന്റെ കാലം മറന്നു. നീ 1 കിലോ ഇങ്ങ് എടുക്ക. എന്നിട്ട് മേടിക്കുമ്പോ ഇതിന്റെ വിലയും കൂടെ ചേർത്ത് മേടിച്ചോ സച്ചിയുടെ അടുത്തുനിന്ന്. അത് ശരിയാവില്ല സാവിത്രമ്മേ, ഇപ്പൊ റൊക്കം കച്ചവടം ഉള്ളൂ. എടാ, പണ്ട് നിന്റെ പാപ്പ കുഞ്ഞുമരക്കാരിക്ക് ഇവിടെ കൊണ്ടു തന്ന മീനിന് വല്ല കയ്യും കണക്കുണ്ടോടാ? എന്നിട്ട് 5 പൈസയുടെ കണക്ക് അങ്ങേര് ഇതുവരെ പറഞ്ഞിട്ടില്ല. നിന്റെ മീനൊക്കെ വിൽക്കാതെ ചീഞ്ഞു പോവുള്ളൂ. ഇതല്ലേ രവീന്ദ്രനാഥ മാഷിന്റെ വീട്? എന്താ? രവീന്ദ്രനാഥ മാഷിന്റെ ഭാര്യ? അതെ. ആഹാ, ഞങ്ങൾ ടിവിയുടെ ആൾക്കാരാ. രവീന്ദ്രനാഥ മാഷിനെ പറ്റി ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി. ഇവിടെ ഇപ്പൊ ആർക്കും TV സീരിയലൊന്നും അഭിനയിക്കണ്ട. സീരിയലല്ല, സാറിന്റെ വാർഷികത്തോടനുബന്ധിച്ച് ടെലികാസ്റ്റ് ചെയ്യാനുള്ള ഒരു ഡോക്യുമെന്ററിയാ. മരിച്ച അന്ന് മുതൽ ഓരോരുത്തർമാര് വന്ന് വീടും ഫോട്ടോയോ അവാർഡും ഒക്കെ പടം പിടിച്ചോണ്ട് പോകും. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ ഗുണം? നിങ്ങൾ പോയട്ടെ. അയ്യോ, ചതിക്കരുത് ചേച്ചി. ചേച്ചിയുടെ ഒരു സ്റ്റേറ്റ്മെന്റും ഈ വീഡിയോ ഒക്കെ ഒന്ന് കവർ ചെയ്യാതെ ഞങ്ങളുടെ പ്രോഗ്രാം പൂർണ്ണാവില്ല. ചേച്ചി ഒന്ന് സഹകരിക്കണം. എന്താ കാര്യം? ടിവിക്കാരാ അച്ഛനെ പറ്റി ഏതാണ്ട് പടം പിടിക്കാൻ വന്നാന്ന്. ആണോ? ഒരു സാറിന്റെ മകനാണോ? അതെ, ഇളയ മകൻ ശരചന്ദ്രനാഥ്. മൂത്തൊരാളുണ്ട്. പക്ഷെ അച്ഛന്റെ സംഗീത പൈതൃകം കിട്ടിയിരിക്കുന്നത് എനിക്കാണെന്നാണ് എല്ലാരും പറയണത്. ഓ, എനിക്ക് താങ്കളുടെ ഒരു ഇന്റർവ്യൂ വേണം. അതിനെന്താ, നിങ്ങൾ ക്യാമറ റെഡി ആയിക്കോളൂ, നമുക്ക് അകത്തിരിക്കാം. അല്ലെങ്കിൽ ഔട്ട്ഡോറല്ലേ നല്ലത്? ഔട്ട്ഡോറിൽ എടുക്കാം. പക്ഷെ അതിനു മുൻപ് നമുക്ക് അമ്മേന്ന് തുടങ്ങാം. അതല്ല അതിന്റെ ഒരു ഭംഗി. അമ്മ ഒരു 2 മിനിറ്റ്. നിങ്ങള് നിർബന്ധിക്കുമ്പോ ഞാൻ എങ്ങനെയാ വേണ്ടാന്ന് പറയാ. പക്ഷേ ഇതൊക്കെ നാട്ടുകാര് കാണേണ്ടതല്ലേ. നല്ലൊരു സാരിയെ കൊടുത്തില്ലെങ്കില് അതിന്റെ കുറച്ചില് അങ്ങേർക്കും കൂടിയല്ലേ. അതിനെന്താ, ചേച്ചി സാരി മാറി വന്നോളൂ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. അതല്ല, ഇപ്പൊ ഒരു പട്ടുസാരിയെ കൊടുക്കാണ്ട്. ചേച്ചി പട്ടുസാരി എടുത്തോളൂ. അതിനിപ്പോ ഇവിടെ പുതിയ പട്ടുസാരി ഒന്നും ഇരിപ്പില്ലേ. ഏതായാലും നിങ്ങക്ക് പടം പിടിച്ചല്ലേ പറ്റൂ. അപ്പൊ നിങ്ങൾ തന്നെ ഒരു പട്ടുസാരി വാങ്ങിച്ചതാ. ഇങ്ങനെ ഇരുന്നാ മതിയോ? സാരി നന്നായിട്ടുണ്ടല്ലേ? അപ്പൊ തുടങ്ങാം. അല്ല, എന്താ പറയണ്ടേ? ഓ, എന്തൊരു സ്ത്രീയാ അവര്. പട്ടുസാരി കിട്ടിയിട്ട് അടങ്ങിയുള്ളൂ. മാത്രോ ഷൂട്ട് കാരണം ഉച്ചയ്ക്ക് പാചകം മുടങ്ങിയെന്ന് പറഞ്ഞ് വീട്ടിലുള്ളവർക്കൊക്കെ പൊറോട്ടയും ചില്ലി ചിക്കൻ. ആ മാഷ് എങ്ങനെ സഹിച്ചിരുന്നാവോ അവര്. എല്ലാവരും പറയും വലിയ കലാകാരനാണ്, മഹാനാണെന്നൊക്കെ. പക്ഷെ ഞങ്ങൾക്കൊരു 10 പൈസയുടെ സഹായം ആരുടെ കയ്യിൽ നിന്നും കിട്ടിയിട്ടില്ല. മാഷിന്റെ പാട്ടുകൾക്ക് ഏതൊക്കെ രീതിയിലാണ് ചേച്ചി പ്രചോദനമായിട്ടുള്ളത്? എന്ത്? ഇവിടെ ഈ വരാന്തയിൽ ഇരുന്ന് ആളും തീറ്റയൊക്കെ ആയിട്ട് വലിയ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കണ കേൾക്കാം. ഞാനതൊന്നും ശ്രദ്ധിക്കാനേ പോവാറില്ല. പിന്നെ ഈ പാട്ടൊക്കെ എപ്പോഴും ഉണ്ടാക്കിയെന്ന് ചോദിച്ചാ എനിക്ക് അതൊട്ട് അറിയേയില്ല. ഇത് മതി. ഇവരുടെ ഈ കത്തി നാട്ടുകാരെ കേട്ട മാഷെ പറ്റിയുള്ള എല്ലാ ഇംപ്രഷനും പോകും. നമസ്കാരം. ഇത് ചുള്ളിക്കൽ ഭാസ്കരൻ, രവീന്ദ്രനാഥൻ മാഷിന്റെ സന്തത സഹചാരിയും ആദ്യകാല സഹപ്രവർത്തകരിൽ ഒരാളുമായ തബലിസ്റ്റ്. തബല ഭാസ്കരൻ എന്ന് പറഞ്ഞാലേ ആളുകൾ അറിയൂ. സ്നേഹം കൂടുമ്പോ രവിയേട്ടൻ തവള ഭാസ്കരാന്ന് വിളിക്കും. ഇതെന്താ ആശുപത്രിയില്? ഇടക്കിടക്ക് കരന്റെ കണ്ടീഷൻ മോശമാകുമ്പോ രവിയേട്ടന്റെ മോൻ സച്ചി നിർബന്ധിച്ച് ഇവിടെ കൊണ്ടൊക്കെടുത്തും. ഇപ്പൊ ഒരാഴ്ചയായി. സർവീസ് കഴിഞ്ഞ് ലിവർ കുട്ടപ്പനായ പിന്നെ തുടങ്ങാനൊരു ഉഷാറുണ്ടാവുമല്ലോ. ഇപ്പൊ പറഞ്ഞ കട്ട് ചെയ്തേക്കട്ടാ. വെറുതെ ഡീസന്റ് ആയി ജീവിക്കണം നമ്മള്. കള്ളുടിയന്മാരാണെന്ന് നാട്ടുകാർ തെറ്റിദ്ധരിക്കണ്ടല്ല. സോജാ രാജകുമാരി സോജാ സോജാ. നമസ്കാരം, ഞാൻ സൈഗാൾ യൂസുഫ്. സൈഗാളിന്റെ പാട്ടുകൾ സ്ഥിരമായി പാടിയിരുന്നതുകൊണ്ട് മൂപ്പര് തന്നെ എനിക്കിട്ടുള്ള പേരാ സൈഗാള്. പണ്ട് മൂപ്പരുടെ ഗാനമേളയ്ക്ക് സ്ഥിരം പെട്ടി വായിച്ചത് ഞാനാ. അതൊരു കാലം. 4 തവണ സിനിമയിൽ പാടാൻ ചാൻസ് തന്നതാ. റെക്കോർഡിംഗ് തിയേറ്റർ ചെല്ലുമ്പോ ഒച്ച പണി മുടക്കും. അങ്ങനെ പണി മുടക്കി മൂപ്പർ പറഞ്ഞു നീ ഇനി പാടണ്ടെന്ന്. ഇത് ലൂയി ആൻഡ്രൂസ് പെരേര.
രവീന്ദ്രനാഥിന്റെ പാട്ടുകളിലെ പ്രധാന ആകർഷണമായ ക്ലാരനറ്റ് വായിച്ചിരുന്നത് കൊച്ചിക്കാരുടെ പ്രിയപ്പെട്ട ഈ ലൂയി അങ്കിളാണ്. സർ, ഉം? രവീന്ദ്രനാഥൻ മാഷിന്റെ മൂത്ത മകൻ അന്വേഷിച്ചു വന്നിട്ടുണ്ട്. ആ സാറിനെ കാണണമെന്ന് പറഞ്ഞു. അതെ, നമുക്കൊരു കാര്യം ചെയ്യാം. അയാളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി എടുത്തേക്കാം. അയാളോട് വെയിറ്റ് ചെയ്യാൻ പറയും. ആ. അനീഷ്, ആ ക്യാമറ ഒന്ന് സെറ്റ് ചെയ്തോളൂ. ഓക്കെ. ഇതിലാരാ രവീന്ദ്ര മാഷിന്റെ മകൻ? ഞാനാ. എന്താ തെളിവ് വല്ലതും ഹാജരാക്കണോ? അങ്ങോട്ട് വന്നോളൂ, നമുക്ക് ഔട്ട്ഡോറിൽ എടുക്കാം. ശിവ, ക്യാമറ സ്റ്റാൻഡിൽ വെക്കാം. ആരെ സ്റ്റാൻഡിൽ വെക്കാൻ? ആ, ഇങ്ങോട്ട് വന്നത് നന്നായി. ഞങ്ങൾ വീട്ടിൽ വന്നപ്പോ കണ്ടില്ല. അച്ഛനുമായിട്ടുള്ള കുട്ടിക്കാലത്ത് എന്തെങ്കിലും ഓർമ്മകൾ പറഞ്ഞാൽ മതി. വരൂ. തോറ്റു തൊപ്പിട്ട് ഇറങ്ങിയിരിക്കുക. ലുക്ക്, നിങ്ങൾ റൈറ്റ്സ് വാങ്ങിയിട്ടുണ്ടോ? റൈറ്റ്സോ? എന്ത് റൈറ്റ്സ്? ആ, റൈറ്റ്സ്, പകർപ്പവകാശം. ഇനി അതൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെയുള്ള പരിപാടികൾ ഷൂട്ട് ചെയ്താൽ മതി. കുറെ കാലമായിട്ടുണ്ട് തുടങ്ങിയിട്ട്. പല കോലത്തിലും പല പേരിട്ടും പ്രോഗ്രാംസ് ഉണ്ടാക്കി അച്ഛനെ വിറ്റ് കാശാക്കുന്നത്. ഇനി അത് നടക്കില്ല. ഞങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു program- നിങ്ങൾ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും. സംഗീത ചക്രവർത്തി, അതുലിനായ കലാകാരൻ. കുറെ കേട്ടതാ. സംഗീത ചക്രവർത്തിയുടെ കുടുംബത്ത് അടുപ്പെരിയണ്ടോന്ന് അറിയേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾക്കാർക്കും. മലയാളികള് എന്നും ഓർമ്മിക്കുന്ന ഒരു പിടി മധുര ഗാനങ്ങൾ ഉണ്ടാക്കിയ ആ ആളിന്റെ വീട്ടില് ചായയിലിടാൻ പഞ്ചസാര ഉണ്ടോന്ന് അന്വേഷിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? പേരും പ്രശസ്തിയും തിന്ന വിശപ്പ് മാറുമോ സുഹൃത്തെ? അവാർഡ് കടയിൽ കൊടുത്ത അരി കിട്ടുമോ? ഹൈ, അരി കിട്ടുമോ സുഹൃത്തെ? അച്ഛൻ മരിക്കുമ്പോ 10ാം ക്ലാസ്സിലെ മോഡൽ എക്സാം ആയിരുന്നു എനിക്ക്. അതോടെ പരീക്ഷ മുടങ്ങി. ആരാധകരും നാട്ടുകാരൊക്കെ കൂടി ആർഭാടമായിട്ട് ദയിപ്പിക്കലും അനുശോചനമൊക്കെ കഴിഞ്ഞ് പിരിഞ്ഞു പോയപ്പോ കുറച്ച് ആൾക്കാർ മാത്രം അവിടെ നിന്നു. അച്ഛന്റെ കടക്കാര്. അന്ന് തൊട്ട് തുടങ്ങിയതാ കടം വീട്ടാനും കുടുംബം പോറ്റാനുള്ള എന്റെ നെട്ടോട്ടം. അതുകൊണ്ട് എന്റെ സുഹൃത്തെ, എന്റെ കൊക്കില് ജീവനുള്ളിടത്തോളം കാലം അച്ഛനും അച്ഛന്റെ പാട്ടുകളെയും കീറി മുറിച്ച് ഈ എപ്പിഡോസുകളാക്കി വിൽക്കണ ഏർപ്പാടുണ്ടല്ലോ, അത് ഞാൻ സമ്മതിക്കില്ല. അതെ, ഇത് വെച്ച് നോക്കുമ്പോ അമ്മ ഭേദ. എന്തെങ്കിലും നക്കാപ്പിച്ചു കൊടുത്ത് ഒതുക്കാൻ നോക്ക്. നക്കാപ്പിച്ചയ്ക്കും കള്ളിനും അച്ഛൻ പാട്ടുണ്ടാക്കിണ്ട് ഒരുപാട്. അത് പണ്ട്. ഇനി എപ്പിസോഡ് കണക്കാ. മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. ഈ പ്രോഗ്രാം എത്ര എപ്പിസോഡാ? 2. ഓക്കെ. അമ്മനെ വെച്ച് നമ്മൾ ഒരു എപ്പിസോഡ് ചാർജ് ചെയ്തു. അപ്പൊ ഒരു 1 ലക്ഷം. 1 ലക്ഷോ? ഏത് വകയില്? റൈറ്റ്സിന്റെ വകയില്. മനസ്സിലായില്ല? പ്രൊഡ്യൂസറാ? ആ, പ്രൊഡ്യൂസർ ആണല്ലേ. സാർ എപ്പോഴല്ലേ വന്നുള്ളൂ. ഇത് ഞാൻ നേരത്തെ സംസാരിച്ചോണ്ടിരുന്ന 1 ലക്ഷം. അതിപ്പോ ക്യാഷ് ആയിട്ടോ DD ആയിട്ടോ അല്ലെങ്കിൽ ചെക്കായിട്ട് വന്നിട്ട് ഷൂട്ട് ചെയ്തോളൂ. അപ്പൊ അല്ലെ ചെക്കായിട്ട് വേണ്ട. അതിന് അത് മടങ്ങിയ കേസായി പിന്നെ പ്രൊഡ്യൂസറായിട്ട് പ്രശ്നമായി. അല്ലേ തന്നെ നേരില്ല. അനീഷ, ക്യാമറ അകത്തേക്ക് കൊണ്ടു. നമ്മുടെ ദാസേട്ടന്റെയും എസ് ജാനയുടെ ഒക്കെ സ്റ്റേറ്റ്മെന്റ് ഇല്ലേ, അത് വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. വാ. അല്ലാതെ സാർ അങ്ങനെ ചൂടായിട്ട് പോണ്ട കാര്യമില്ല. എന്ത് കാര്യത്തിന് ഒരു കോംപ്രമൈസ് ഉള്ള കേട്ടാ. ഇതിലിപ്പോ എന്ത് കോംപ്രമൈസ്? ഞങ്ങൾ ഈ പ്രോഗ്രാം ചെയ്യുന്നില്ല. അല്ല, റേറ്റിന്റെ കാര്യത്തിലാണെങ്കിൽ ഒരു പാലമിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്ന സാമാന്യ തത്വം അനുസരിച്ച് കുറച്ച് താഴോട്ട് വരുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ലട്ടാ. ഒരു എപ്പിസോഡിന് ഒരു 25,000 രൂപ തന്നാലും മതി. താങ്കളുടെ പേരെന്താ? സച്ചിദാനന്ദൻ. പരിചയപ്പെട്ടല്ലേ, സന്തോഷം. അല്ല, സന്തോഷം എനിക്കും വേണ്ടേ. ഞാൻ റേറ്റ് എത്രയും കുറയ്ക്കാട്ടോ. നമ്മൾ സംസാരിച്ച എത്രയും കുറയട്ടോ. മോനെ ഒന്ന് ശരിയാക്കി തടാ. തുടങ്ങി ഉടനെ ഓവർ ആക്കിയപ്പോ തന്നെ ഞാൻ കരുതിയതാ കയ്യിന്ന് പോയിന്ന്. വാ പോ. അല്ല, അങ്ങനെ പോയാലെങ്ങനെ? നമുക്ക് കുറച്ചുകൂടി കുറയ്ക്കല്ലേ? നീ ഒന്ന് പോയി സംസാരിക്കോ? അങ്ങോട്ട് എന്നാ അടിച്ചു പരത്തി 10,000 എപ്പിസോഡാക്ക അയാൾ എന്നെ. 2 മെഗാ സീരിയൽ ഡയറക്ട് ചെയ്യുന്ന ആളാ. നിന്റെ നാവിന്റെ അത്ര നീളമുള്ള മെഗാ സീരിയലൊന്നും മലയാളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല മോനെ ലാലപ്പാ. ചെന്ന് വിജയ് ശ്രീലാടത്തിനടുത്ത് തിരിച്ചു വാ. ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. എത്ര വരെ താഴാ? 10,000. ആ പരിപ്പ് അവിടെ വേവില്ല. 5,000. അതും വേവില്ല. 3,000. വേവില്ല. 2,000. അതി തണ നമ്മുടെ പരിപ്പും വേവൂല. നീ ഒന്ന് ചെന്നേ. പിന്നെയും കുറച്ച് 500. ഒന്ന് ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ 5,000 തന്നെ ഇങ്ങോട്ട് പോന്നേനെ. അതെങ്ങനെയാ? ആത്മാർത്ഥത വേണോടാ, ആത്മാർത്ഥത. നിനക്ക് വരെ ഒരു കഴുതയാണ് പറഞ്ഞയച്ചിരുന്നെങ്കിൽ അത് ഇതിനേക്കാൾ നന്നിട്ട് ബാർഗൈൻ ചെയ്തേനെ. കഴുത പുറത്തുനിന്നതിന് ഞാനെന്ത് ചെയ്യാനാ? നോക്കി പേടിപ്പിക്കല്ലേ. ഇത് തന്നെ തന്നതേ അച്ഛനോടുള്ള ബഹുമാനം കൊണ്ടാ. അതവര് പറയുകയും ചെയ്തു. ഞാൻ ഇന്നും അച്ഛനെ ഒരുപാട് ചേർത്ത് വിളിച്ചു അല്ലടാ. അതൊരു പുതിയ കാര്യമൊന്നല്ലല്ലോ. പക്ഷെ ഈ റെഡിമെയ്ഡ് വാചകങ്ങളൊന്നും മാറ്റണട്ടോ. പേരും പ്രശസ്തി നിന്ന വിശപ്പ് മാറൂ, അവാർഡ് കടയിൽ കൊടുത്ത അരി കിട്ടൂ. കേട്ട് ബോറടിച്ചു. ബോറടിക്കാൻ നീ എന്തിനാ എന്റെ കൂടെ എപ്പോഴും നടക്കണേ? വണ്ടി എടുക്കണ, ആശുപത്രി ഭാസ്കരൻ ഇറക്കണം. ഓ, ജയിലിൽ നിന്ന് ഇറക്കണം എന്ന് പറയണ പോലെ. അമ്മേ, അമ്മേ, ഈ അമ്മ അവിടെ പോയി കിടക്കണ്. അമ്മേ, രതി ഇവിടെ വന്നിരുന്നോ? ഹിന്ദി സിംഗർ ഇവള് പറഞ്ഞു. നേരത്തെ ഞാനിവിടെ ഇല്ലാതെ പോയി, ഒന്ന് പരിചയപ്പെടായിരുന്നു. അമ്മ വാതിൽ തുറക്ക്. വരണോ? ഞാൻ ഈ സാരി ഒന്ന് എടുത്തു നോക്കുമായിരുന്നു. എങ്ങനെയുണ്ടടാ? അവര് തന്നതാ. എത്ര കൊല്ലായിട്ട് കണ്ടതാ. ഒരു ഗമയും കാണിച്ചില്ല. പോരാത്തതിന് 10,000 രൂപയും തന്നു. 10,000 രൂപ? ഇന്നത്തെ കാലത്ത് ഇത്ര നല്ല മനസ്സുള്ള ആൾക്കാരുണ്ടോന്നാ എന്റെ അതിശയം. എന്നിട്ടാ കാശോടെ? അത് ഞാൻ അലമാര വെച്ച് പൂട്ടി. തൽക്കാലത്ത് ചേട്ടനറിയണ്ട.
ഉടനെ അവിടെ കടം വീട്ടാം, ഇവിടെ കടം വീട്ടാം, അവിടെ കൊടുക്കണം, ഇവിടെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് വാങ്ങി ചെലവാക്കും. ഞാനാണെങ്കിൽ ഒരു കീബോർഡ് വാങ്ങാൻ എന്താ മാർഗം എന്ന് കരുതി നടക്കായിരുന്നു. കീബോർഡ് വാങ്ങൂല, ഒരു മണ്ണാങ്കിട്ടിയും വാങ്ങൂല. ഈ വീട്ടിലൊരു ഫ്രിഡ്ജ് ഉണ്ടോ, ജ്യൂസ് അടിച്ചു കുടിക്കാൻ ഒരു മിക്സി ഉണ്ടോ, പിന്നെ എന്തൊക്കെ കാര്യങ്ങള്. ഈ കാശ് ഇൻസ്റ്റാൾമെന്റുകാരുടെ കൊടുത്ത ഒക്കെ അവര് വീട്ടിൽ കൊണ്ടുവന്നിടും. പിന്നെ പോരാത്തത് മാസാമാസം സച്ചിമോൻ അടച്ചോളും. അതെ, ആദ്യം നമ്മുടെ വായടയ്ക്കാം. ഫ്രിഡ്ജ് വാങ്ങും, മിക്സി വാങ്ങും, AC വേണ്ടേ? പിന്നെ എന്തൊക്കെയാ വേണ്ടത്? പോർച്ചിലിടാൻ ഒരു ഓപ്പലാഷ ക്യാറായാലോ? ഇങ്ങനെ നാണില്ലാത്ത ഒരമ്മ, ഒരു ഉളുപ്പില്ലാതെ അവരെ സൽക്കരിച്ചായിരുന്നു കാശ് വാങ്ങിട്ട് നിൽക്കുക. ഒന്ന് പോടാ അവിടുന്ന്. എരുന്നൊന്നുമില്ല, നിർബന്ധിച്ചു തന്നതാ ആര്യാദേവി. ആരാ ഈ ആര്യദേവി? അറിഞ്ഞൂടെ അമ്മയ്ക്ക്? ഒക്കെ മറന്നോ? എന്ത് ആൾക്കാർ ഓരോരോ കഥകൾ പറയണെന്നല്ലാതെ ഞാനിതൊന്നും വിശ്വസിച്ചിട്ടേ ഇല്ല. അവരൊരു പാവാടാ. പാവോ? ഇങ്ങനെയൊന്നും ആയിരുന്നില്ല മുമ്പ് പറഞ്ഞിരുന്നേ. കാശ് കണ്ടപ്പോഴേക്കും പ്ലേറ്റ് തിരിച്ചു വെച്ചതല്ല. ഇങ്ങനത്തെ എന്ത് അലമാരിയിലേക്കാണ് കാശ് എടുക്കാൻ പറഞ്ഞിട്ടില്ല. കാശ് എടുക്കാൻ പണ്ട് മുതലേ വലിയ ധർമ്മിഷ്ഠയാണെന്ന് കേട്ടിട്ടുണ്ട്. കുറ്റബോധം കൂടുതലുള്ളവർക്ക് ദാനസ്വഭാവം കൂടും. അതിന് നാട്ടിൽ ഒരുപാട് മാർഗങ്ങളുണ്ട്. അനാഥാലയത്തിൽ കഞ്ഞിവീഴ്ച നടത്താം, അമ്പലത്തിൽ അന്നദാനം ചെയ്യാം. എന്നിട്ടും തീരാത്ത പാപങ്ങളുണ്ടെങ്കിൽ കെട്ടിയിരിപ്പുള്ള കാശൊക്കെ എടുത്ത് വെണ്ടൂരുത്തി പാലത്തിന്റെ മുകളിൽ നിന്ന് കായലിലേക്ക് ഒഴുക്കാം. റൂമിൽ കയറി ഒന്ന് അനാവശ്യം വരുന്നു. ആരാതാൻ? ഞാൻ ആരാണെന്ന് പറയാം, പക്ഷെ അതിനുമുമ്പ് ഇയാൾ ആരാണാവോ? ആര്യാദേവി അന്തർജനത്തിന് വേലിയഴിച്ച ബോംബെക്കാരൻ ജീവിച്ചിരിപ്പില്ലാന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ എർത്താ തലയിരിക്കുമ്പോ വാലാട്ടല്ലേ? തനിക്കിപ്പോ എന്താ വേണ്ടത്? പോലീസിനെ വിളിക്കണോ ഞാൻ? ഞാൻ പോടോ. അതെ, ദാ ഇതുപോലൊരു കെട്ട് എന്നിട്ട് ഈ ഹോട്ടലിന്റെ മോളിൽ നിന്ന് എടുത്തിടാൻ പറഞ്ഞ ചിലപ്പോ അതും ചെയ്യാൻ തയ്യാറായി നടക്കുന്ന ഒരു ശരാശരി ഇന്ത്യൻ പൗരനാണ് ഞാൻ. അല്ലാതെ പിച്ചക്കാശിന് വേണ്ടി അഭിമാനം വിൽക്കാനൊന്നും ഈ സച്ചിദാനന്ദന് കിട്ടില്ല. അന്ന് ദാദർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അച്ഛന്റെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യിച്ച് നാട്ടിലേക്ക് അയച്ചു തന്ന ഉപകാരം തന്നെ ധാരാളാ. ഗുരുദക്ഷിണയായിട്ട് രവീന്ദ്ര മാഷിനും കൊടുത്തു. അവൻ ആളൊരു ചൂടനാ. ഇവനെ പോലെയല്ല, ആളും തരവും നോക്കി പെരുമാറാൻ അറിഞ്ഞൂടാ. എന്ന് കരുതി ഞങ്ങളോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ അല്ലേ? ദേ, ഞങ്ങൾക്ക് ഒരു പിണക്കും ഇല്ലാട്ടോ. അതുകൊണ്ടല്ലേ ആഹാരം കഴിക്കാൻ നിർബന്ധിച്ചപ്പോ എങ്കി ആയിക്കോട്ടെ എന്ന് പറഞ്ഞത്. എന്തേ മതിയാക്കിയോ? ഞാൻ വളരെ കുറച്ചേ കഴിക്കാറില്ലേ. അത് കണ്ടപ്പോഴേ തോന്നി. ഇയാളും ഡയറ്റ് കൺട്രോൾ ചെയ്യുന്ന കൂട്ടത്തിലാണ് അല്ലേ? ഡെസേർട്ട് വല്ലതും, ഐസ്ക്രീമോ മറ്റോ? എനിക്കൊരു ഐസ്ക്രീം ആയിക്കോട്ടെ. വേണ്ടാന്ന് പറഞ്ഞാ ഇപ്പോഴും പിണക്കാണെന്ന് നിങ്ങൾ വിചാരിച്ചാലോ? വോയിസിന് എഫക്ട് ചെയ്യുന്നൊന്നും സാധാരണ ഞാൻ കഴിക്കാറില്ല. എന്നാലും ഇത്തരം സന്ദർഭങ്ങളിൽ കഴിക്കുന്നതുകൊണ്ട് വിരോധമില്ലെന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. അങ്ങോട്ട് അങ്ങോട്ട്. അമ്മയും മോനും പേരിനതേ ഇത്രേ കഴിച്ചുള്ളൂ. ഞാൻ കരുതി കണ്ടു നിന്ന മാത്തനങ്ങളുടെ കണ്ണ് തള്ളി തള്ളി പ്ലേറ്റിലേക്ക് വീണിട്ട് ബുൾസയാണെന്ന് കരുതി ആ തള്ള അതും എടുത്ത് കേറ്റുന്നു. ആ തള്ള അങ്ങനെ തീറ്റയുടെ വിചാരേ ഉള്ളൂ. പറ്റിയ മോനും. ഫുൾ ലെങ്ത് കോമഡി ആയിരുന്നു. കൂട്ടത്തില് കലക്കിയതാ ചെക്കന്റെ പാട്ടാ. ഈ ഹോട്ടലിടയ്ക്ക് ചെറുതായിട്ടൊന്ന് കുലുങ്ങിയത് ജനി ശ്രദ്ധിച്ചോ? അത് എർത്ത്ക്വേക്ക് ഒന്നുമല്ല, അദ്ദേഹം ഒന്ന് പാടിയതാ. രവീന്ദ്രനാഥ് സാറിന്റെ സംഗീത പാരമ്പര്യം കിട്ടിയത് അവനാന്നാ വിചാരം, പൊണ്ണത്തടിയൻ. പക്ഷെ ശരിക്കും രവീന്ദ്രനാഥ് സാറിന്റെ പാരമ്പര്യം കിട്ടിയ ഒരാളുണ്ട്, ചേട്ടൻ, നമ്മുടെ അട്ടാസ നായകൻ. പറഞ്ഞിട്ട് എന്താ കാര്യം? വാശി, ഭയങ്കര വാശി. ബാത്റൂമിൽ പോലും ഒരു മൂളിപ്പാട്ട് പാടൂല. ഓഹോ, അസലായിട്ട് പാടിയിരുന്നതാ പണ്ട്. സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ 2 തവണ സ്റ്റേറ്റിൽ ഫസ്റ്റും വാങ്ങിയിട്ടുണ്ട്. കക്ഷിയുടെ തന്നെ ഭാഷ പറഞ്ഞ ജീവിതം കൊണ്ടുള്ള നെട്ടോട്ടത്തിനിടയിൽ സംഗീതത്തെ കുഴിച്ചു മൂടി ഒരു വാഴ നട്ടു. അത് കൊള്ളാലോ. നമുക്ക് ആ വാഴ മാറ്റി കുഴിയൊന്ന് തോണ്ടി സംഗീതത്തെ അങ്ങോട്ട് പുറത്തെടുത്താലോ? നടന്ന തന്നെ. ആ, നമുക്കൊന്ന് ശ്രമിക്കാന്നേ. അത്ര വലിയ പാട്ടുകാരനാണെങ്കി അതൊന്ന് കേക്കണല്ലോ. പാടാത്ത പാട്ടിന് മധുരം കൂടുന്ന. പാടിക്കാൻ ചെല്ലുമ്പോ തലയിലൊരു ഹെൽമെറ്റ് കൂടി വെച്ചോണം. അത്ര വാശിക്കാരനാ? എന്താ സംശയം? ഈ ഞാൻ വരെ വിചാരിച്ചിട്ട് പറ്റിയിട്ടില്ല. അതെന്താ ഈ ഞാൻ വരെ? അയാടെ ആരാ ഈ ഞാൻ? ഈ ആംഗിൾ കൊള്ളാം. പല പോസ്റ്റിൽ എടുക്കണം. ഫുൾ സൈസ് ആയിക്കോട്ടെ. പിന്നെ ആ ചെയറിൽ നിന്ന് വേർതെടുക്കാം. ഇങ്ങോട്ട് വന്നേ. ഇങ്ങനെ ഇങ്ങനെ മോളങ്ങോട്ട് മാറുന്നേ. എടുത്തോ. Keep the hand like this. Come on. Oh, what is it, Ginny? Smile, smile. ഇളിക്കണ്ട. സൗന്ദര്യ മത്സരത്തിന് പോസ് ചെയ്തൊന്നുമല്ല ഞാൻ. പ്രതിശ്രുതവരനെ കാണാൻ വേണ്ടിട്ടല്ലേ അവൻ കണ്ട സായുജടേട്ടറി. ദേ, എന്റെ മേടിക്കും. പറഞ്ഞു
കളി കാര്യാവുക. ഇയാൾക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ലേ? കളിയാക്കാനും തല്ലുകൂടാനും കാശ് കടമടിക്കാനും മാത്രം മതിയോ ഞാൻ? അതിന്റെ അപ്പുറത്ത് ഇയാളുടെ ആരുമല്ലേ ഞാൻ? അറ്റ്ലീസ്റ്റ് ഒരു ഡിയറസ്റ്റ് ഫ്രണ്ടെങ്കിലും അല്ലേ ഞാൻ? എന്നോട് പോണ്ടെന്ന് പറഞ്ഞൂടെ ഇയാൾക്ക്? പോണ്ടെന്ന് ഞാൻ പറഞ്ഞ നീ പോവാതിരിക്കോ? പോവാതിരിക്കാൻ നിനക്ക് പറ്റോ? നിന്നെ മറ്റാരേക്കാളും കൂടുതൽ അറിയുന്നവനാ ഞാൻ. നിന്റെ മനസ്സിൽ എന്താണെന്ന് കണ്ണാടി കാണുന്ന പോലെ എനിക്കിപ്പോ കാണാൻ പറ്റുന്നുണ്ട്. അത് വേണ്ട ജെന്നി. അറിഞ്ഞോ അറിയാതെയോ മനസ്സിലെവിടെയെങ്കിലും എന്തെങ്കിലും ഒരു മോഹം കൊണ്ടു നടക്കണ്ടെങ്കിൽ നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ നടക്കില്ല. എനിക്ക് നടക്കില്ല. വേറെ ആർക്കൊക്കെയോ വേണ്ടി ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാ നമ്മൾ രണ്ടാളും. നമ്മുടെ തോളിൽ ആവശ്യത്തിൽ കൂടുതൽ ഭാരങ്ങളുള്ളതാ. വേണ്ട, സ്വപ്നങ്ങളൊന്നും കാണാതെ നടക്കാൻ ഞാൻ ശീലിച്ചിട്ടുണ്ട്. നീയും അങ്ങനെ തന്നെ മതി. നിന്റെ സാറാൻ്റെ പണ്ട് ചെയ്തതും എൻ്റെ അച്ഛൻ പണ്ട് ചെയ്തതും നീയും ഞാനും ആവർത്തിച്ചൂടാ. കണ്ണി ചോരയില്ലാത്ത ദുഷ്ടനാണെന്ന് ചിലപ്പോൾ നീ എന്നെ പറ്റി കരുതണ്ടാവും. പക്ഷേ ഇപ്പൊ എനിക്ക് ഇങ്ങനെ പറയാൻ കഴിയും. പോട്ടെ. ഹാ, ബില്ല് കൊടുത്തിട്ട് പോടി. എന്റെ കയ്യിലില്ല. അയ്യോ ദേ, നീ കാശ് കൊടുക്കാന്ന് പറഞ്ഞോണ്ടല്ലേ മസാല ദോശയും ജ്യൂസൊക്കെ ഞാൻ ഓർഡർ ചെയ്തത്. എന്നെ നാറ്റിക്കല്ലേ? ദേ, നീ കാശ് കൊടുത്തില്ലെങ്കിൽ ഞാൻ അകത്ത് വരുന്ന ഇതുപോലെ അരിയാട്ടേണ്ടി വരും. എന്റെ പൊന്നു മോളല്ലേ, കാശ് കൊടുക്ക്. കാശ് കാശ്. താങ്ക് യു. ഹായ് ഗിറിഗിറി അപ്പൂപ്പ. അല്ല, ഗിറിഗിറി അപ്പൂപ്പ. അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഒരു ഇസ്രായേൽ വൃത്തികെട്ട വൃദ്ധനെ അഞ്ചംഗ സംഘം കല്ലെറിഞ്ഞും വെടിവെച്ചും ശ്വാസം മുട്ടിച്ചും കൊന്നു. അല്ലടാ, മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ ഒരു ഇസ്രായേലുകാരൻ അഞ്ചംഗ സംഘത്തെ കല്ലെറിഞ്ഞും വെടിവെച്ചും ശ്വാസം മുട്ടിച്ചും കൊന്നെന്ന് നാളത്തെ പത്രത്തിൽ വായിക്കേണ്ടി വരും. എന്താണല്ലോ ഗ്രിഗറി? ആ മിണ്ടരുത്. കണ്ണ് കാണിച്ചും പാട്ട് കേൾപ്പിച്ചും പണ്ട് ഇവന്റെ ബാസ്റ്റേഡ് ഫാദർ എന്റെ സാറയെ മയക്കി. അന്നും നിങ്ങളൊക്കെ തന്നെ ആയിരുന്നല്ലോ കൂട്ട്. ഇപ്പൊ ആ ഫാദറിന്റെ ഈ സൺ ഇറങ്ങിയിരിക്കുക എന്റെ ഗ്രാൻഡ് ഡാറ്ററെ മയക്കാൻ. ഇന്നും നിങ്ങളൊക്കെ തന്നെയാണോ കൂട്ട്? എല്ലാരോടും കൂടി പറയുക, ഇപ്പോ രക്ഷപ്പെടാനുള്ള ഒരു വഴി വീണ്ടും തെളിഞ്ഞിരിക്കുക ഞങ്ങൾക്ക്. നിങ്ങളിൽ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചന നടത്തി ഞങ്ങളുടെ യാത്ര മുടക്കിയാലുണ്ടല്ലോ, സമ്മതിക്കില്ല ഞാൻ. മനുഷ്യനിവിടെ ഭ്രാന്ത് പിടിച്ച് നടക്കുമ്പോഴാണ് അപ്പും ടെസ്റ്റ് കളി. കൊന്നുകളയും ഞാൻ എല്ലാത്തിനെയും. തനിക്കെന്നാ പോസ്റ്റ്മാന്റെ പണി കിട്ടിയേ? പോസ്റ്റ്മാനല്ല, കൊറിയർ മേനോൻ. പുതിയ അവതാര. ഒരു പാർട്ട് ടൈം ഇന്ന് ചേർത്തെടുത്തുള്ളൂ. നിന്റെ ഞാൻ സമ്മതിച്ചു. എന്ത് തക്കട തരികട കാണിച്ചാണെങ്കിലും ജീവിക്കാൻ പഠിച്ചവനാ നീ. നിന്റെ അച്ഛനെ പോലെയല്ല. ഗതിയില്ലാത്തോണ്ടാ റപ്പയ്യേട്ടാ. നീ ഇരിക്കേ, പറയട്ടെ. ഇരിക്കാനും തരില്ല. ഇതായത് നോക്കട്ടെ. ഇരിക്കടോ. ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്റെ അച്ഛന്റെ മുടങ്ങിപ്പോയൊരു പഴയ പടത്തിന്റെ പ്രൊഡ്യൂസർ അല്ലടാ. ഈ സമരം എങ്ങനെയെങ്കിലും ഒന്ന് വിജയിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇക്കിടന്ന് പാടുപെടുന്നു. അപ്പഴാ ഒരു നിന്നേ. എന്താ എത്ര ധൃതി? ഒന്നുമില്ല. ജോലിയുടെ ഒരു ഉത്തരവാദിത്തം അല്ലേ? അല്ല, അതിപ്പോ സമരം എവിടെ എത്താത്തോണ്ട് ജീവിക്കണ്ടേട്ടാ. അതെ, കൂട്ടത്തിലുള്ള തൊഴിലാളികൾ പട്ടിണി കിടക്കുമ്പോ കരിങ്കാലിപ്പണി കാട്ടി പ്രസ്ഥാനത്തെ ഒറ്റ കൊടുക്കുന്ന വർഗബോധമില്ലാത്ത മൂരാച്ചുകൾ സമര ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? എന്റെ പൊന്നേട്ടാ, 10-40 ദിവസം ഞാനും ആ സമര പന്തലിൽ വന്നു കിടന്ന് ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചല്ലേ. നമ്മുടെ മുതലാളിക്ക് ആ കമ്പനി തുറന്ന് പ്രവർത്തിക്കണമെന്ന് ഒരു ആഗ്രഹമില്ല. ആ പെറ്റിബോർഷ പോണ്ടിച്ചേരിലെങ്ങാണ്ട് വേറൊരു ഫാക്ടറി തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് മാറിക്കേ, എനിക്ക് കുറച്ചും കൂടി പണിയുണ്ട്. കരിങ്കാലിപ്പണി തീർന്നിട്ടില്ലേ? അങ്ങനെ പോവാൻ വരട്ടെ. രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് പോയാ മതി. അയ്യേ, പൊതുവഴിയിലാണ് ഒന്ന് രണ്ടൊക്കെ. പരിസ്ഥിതി മലിനാവൂട്ടോ. തിന്തിരിപ്പൻ മൂരാച്ചികളെ തട്ടിത്തെറിപ്പിച്ച് മുന്നോട്ട് പോയ ചരിത്രമുള്ള തൊഴിലാളി പ്രസ്ഥാനത്തെ പിന്നെയും നുകുത്തുന്ന ഒരുത്തനും വെറുതെ വിടുകയല്ല. നാളെ മുതൽ കരിങ്കാലിപ്പണി ഉപേക്ഷിച്ച്
മര്യാദക്ക് സമരപന്തൽ വന്നിരുന്നോണം, അല്ലെങ്കിൽ എന്റെ തനി നിറം നീ അറിയും. അമ്മേ, വലിയൊരു കൊതുക്. പ്രസ്ഥാനത്തിന് വേണ്ടി ചിന്താൻ കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സഖാവിന്റെ ചുടിരക്തം ഒരു പിന്തിരിപ്പൻ മൂരാച്ച് കൊതുക് ഊറ്റിയെടുക്കുന്നത് വർഗബോധമുള്ള ഒരു തൊഴിലാളിക്കും സഹിക്കൂല സഖാവേ. ക്ഷമിക്കൂ. ആ കൊതുക് രക്തസാക്ഷിയായി പോട്ടെ. തൊഴിലാളിക്കും സിന്ദാബാദ്. വീര വീര നേതാവേ, ധീരതയോടെ നയിച്ചോളൂ. 10 10,000 2 പിന്നാലെ. അവൻ കൊതുകിനെ തല്ലിയത് തന്നെ ആയിരിക്കും അല്ലേ? ഏയ്, നേതാവിനെ തല്ലിയതാവാൻ വഴിയില്ല. അതിനുള്ള ധൈര്യമൊന്നും അവനില്ല. ഭാഗ്യത്തിന് വേദനിച്ചില്ല. എന്തായാലും ഒന്ന് ഹോസ്പിറ്റലിൽ പോയേക്കാം അല്ലേ? വാ.